ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നാരായണീയം 42-ാം ദശകം വംശസ്ഥം വൃത്തത്തിൽ എഴുതിയിട്ടുള്ള ശകടാസുരവധം ആണ് പഠിക്കാനുള്ളത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 7-ാം അധ്യായത്തിൽ 4 മുതൽ 15 വരെയുള്ള 12 ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ച കഥയാണ് ഈ 42-ാം ദശകത്തിലെ ശ്ലോകങ്ങളിലുള്ളത്. ഇതിൽ മൊത്തം 11 ശ്ലോകങ്ങളാണുള്ളത്. ശ്രദ്ധിക്കൂ. 42-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം. കഥാപി ജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിത ജ്ഞാതിവധൂ മഹീസുര മഹാനസസ്ത്വാം സവിധേ നിധായ സാ മഹാനസാദോ വവൃതേ വ്രജേശ്വരി. കണ്ണൻ്റെ പിറന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മഹാനസഹ പ്ലസ് ത്വാം മഹാനസസ്ത്വാം. ഇനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കൂ. ഹേ പ്രഭോ, തവ കഥാപി ജന്മക്ഷദിനെ നിമന്ത്രിത ജ്ഞാതി വധൂ മഹീസുര സാ വ്രജേശ്വരി ത്വാം മഹാനസഹ സവിധേ നിധായ മഹാനസാദൗ വവൃത്തേ. നോക്കുക, മഹാനസഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വലിയ വണ്ടിയെയാണ്. വലിയ വണ്ടിയുടെ സവിധേ നിധായ അടുത്ത് കിടത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്നാണെന്ന് ആദ്യം നോക്കുക. ഹേ പ്രഭോ, അല്ലയോ ജഗദീശ്വര എന്ന് വിളിച്ചിരിക്കുകയാണ്. നിന്തിരുവടിയുടെ, തവ നിൻ്റെ എന്നാണ് ഭഗവാനെ നിന്തിരുവടി എന്ന് വിശേഷിപ്പിക്കുന്നു. കഥാപി, കഥാപി എന്ന വാക്കിനർത്ഥം ശരിക്കും നെവർ, സെൽഡം, ലൈക്ക്ലി, ഒരു കാലത്തും ഒരിക്കലും എന്നൊക്കെയാണ്. ഇവിടെ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അർത്ഥം എടുക്കുമ്പോൾ ഏതോ ഒരു പിറന്നാളിന്, അത് പക്കപ്പിറന്നാളാണോ എന്ന് സംശയിച്ചിരിക്കുകയാണ് മേൽപുത്തൂർ. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗോകുലത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ 3-ാം മാസത്തിൽ അതൊരു മഹോത്സവമായി അവിടുത്തെ സ്ത്രീകൾ കൊണ്ടാടുന്ന പതിവുണ്ടായിരുന്നു എന്നാണ്. കൃഷ്ണൻ്റെ തിരുവവതാരവും ഇതേപോലെ അവർ ആഘോഷിച്ചു. ആ സമയത്ത് വേദജ്ഞരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി. അതുപോലെ വധു, മഹീസുര എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. മഹീസുരർ ബ്രാഹ്മണർ, വധു എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഗോപസ്ത്രീകളെയാണ്. നിമന്ത്രിത ജ്ഞാതി എന്ന് പറഞ്ഞാൽ, ഇവിടെ നിമന്ത്രിതം എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തപ്പെട്ട, ക്ഷണിക്കപ്പെട്ട ജ്ഞാതി ബന്ധുജനങ്ങൾ. ജന്മർക്ഷദിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് പിറന്നാൾ. ആ പിറന്നാളിന് സാ വ്രജേശ്വരി ത്വാം, സാ അവൾ, ആ വ്രജേശ്വരി, വ്രജേശ്വരൻ നന്ദഗോപരാണെങ്കിൽ വ്രജേശ്വരി നന്ദഗോപരുടെ പത്നിയായ യശോദ. ആ യശോദ ത്വാം അങ്ങയെ മഹാനസഹ വലിയ വണ്ടിയുടെ സവിധേ അടുത്ത് നിധായ കിടത്തി മഹാനസാദൗ വവൃതേ അടുക്കളയിലെ ജോലികളിലും അതിഥികളെ സൽക്കരിക്കുന്ന തിരക്കിലും വണ്ടിയുടെ അരികിൽ കിടത്തിയിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ കാര്യം യശോദ പാടേ മറന്നുപോയി എന്നർത്ഥം. ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നന്ദസ്യ പത്നീകൃതമജ്ജനാദികം വിപ്രൈകൃതസ്വസ്ത്യയനം സുപൂജിതൈഃ അന്നാദ്യവാസസ്രഗഭീഷ്ടധേനുഭിः സംജാതനിദ്രാക്ഷമശീശയച്ഛനൈഃ നൈവാശൃണോദ്വൈരുദിതം സുതസ്യ സാരുദൻ സ്തനാർദ്ധി ചരണാഉദക്ഷിപത് അധശയാനസ്യ ശിശോരനോൽപക പ്രവാളമൃദ്വാഘ്രിഹതം വ്യവർത്തത. ഇങ്ങനെ ആ തിരുവുത്സവത്തിൻ്റെ അന്ന് യശോദ മകനെ കുളിപ്പിച്ച്, അതായത് കണ്ണനെ കുളിപ്പിച്ച് പട്ടുമെത്തയിൽ കിടത്തി ഉറക്കി. അനന്തരം ബ്രാഹ്മണർക്ക് ധനം, ഭോജനം, വസ്ത്രം എല്ലാം നൽകി. അതിഥികളെ സൽക്കരിക്കുന്നതിൻ്റെ തിരക്കിൽ യശോദ മകൻ്റെ കാര്യം മറന്നു. കൃഷ്ണനാകട്ടെ പാല് കുടിക്കാനായി കരഞ്ഞുകൊണ്ട് തൻ്റെ പിഞ്ചുകാലുകൾ മേൽപോട്ട് ഉയർത്തി. ഭഗവാന്റെ തൃപ്പാദ സ്പർശമേൽക്കവേ അവിടെ കിടന്നിരുന്ന ആ ശകടം കഷ്ണം കഷ്ണമായി നുറുങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കിനി 2-ാമത്തെ ശ്ലോകം നോക്കാം. തതോ ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഃ വിമിശ്രം അശ്രാവി ഭവത് സമീപത പരിസ്ഫുടദ്ദാരുചടച്ചടാരവ. ശ്ലോകത്തിൽ തതോ എന്നുള്ളത് തതഹ എന്നാവും. വിമിശ്രം പ്ലസ് അശ്രാവിയാണ് വിമിശ്രം അശ്രാവി. ഇനി അന്വയം ശ്രദ്ധിക്കാം. തതഹ
ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഃ വിമിശ്രം പരിസ്ഫുടദ്ദാരുചടച്ചടാരവഃ ഭവത് സമീപതഃ അശ്രാവി. തതഃ പ്ലസ് തദാകർണന ആണ് തതസ്തദാകർണന എന്ന് പറഞ്ഞിരിക്കുന്നത്. തതഃ അനന്തരം ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഃ. ഭവത്രാണനിയുക്ത എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രാണരക്ഷയ്ക്കായി നിയുക്ത ബാലക നിയോഗിക്കപ്പെട്ടിരുന്ന ബാലകന്മാർ, അതായത് ആ ഗോപബാലന്മാർ, അവരുടെ പ്രഭീതി സംക്രന്ദന സങ്കുല ആരവൈഹി, എല്ലാവരും കൂടി ഉറക്കെ നിലവിളിച്ചു. എന്തിനാണ്? ആരവം ഒച്ചയാണ്. പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഹി, ആ ബാലകന്മാർ ഭീതി നിറഞ്ഞ ശബ്ദത്തിൽ, അതായത് വളരെയധികം ഭയപ്പെട്ട് നിലവിളിച്ചു, ഉറക്കെ നിലവിളിച്ചു. വിമിശ്രം, ഇടകലർന്ന്. എന്തിനോട് ഇടകലർന്നാണ് നോക്കുക? ബാലകന്മാർ ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നില്ലേ, ആ നിലവിളിയോടൊപ്പം ഇടകലർന്ന് പരിസ്ഫുടദ്ദാരുചടച്ചടാരവഃ, മരക്കഷ്ണങ്ങൾ പൊട്ടിച്ചിതറി വീഴുന്ന ശബ്ദം, അതായത് ചടപട എന്ന ശബ്ദത്തോടെ മരക്കഷ്ണങ്ങൾ വീഴുന്ന ശബ്ദം, അവരുടെ നിലവിളിയോട് ഇടകലർന്ന് ഭവത് സമീപതഃ, അങ്ങയുടെ സമീപത്ത് നിന്നും അശ്രാവി, കേൾക്കുമാറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തരം അങ്ങയുടെ സമീപത്ത് നിന്ന് അങ്ങയെ നോക്കി രക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തപ്പെട്ടിരുന്ന കുട്ടികളുടെ ആ ഭയം കലർന്ന, അതായത് ഭയം നിമിത്തമുണ്ടായ നിലവിളി ബഹളങ്ങളോടുകൂടി ചേർന്ന വിധത്തിൽ പൊട്ടിച്ചിതറുന്ന മരക്കഷ്ണങ്ങളുടെ ചടപട ശബ്ദത്തോടൊപ്പം കേൾക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാവ്രജാംഗനാഃ ഭവന്തമന്തർദദൃശു സമന്തതോ വിനിഷ്പതദ്ദാരുണദാരുമധ്യഗം. തതഃ പ്ലസ് തദാകർണന, തതസ്തദാകർണന. അന്വയം ശ്രദ്ധിക്കൂ. തതഃ തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാഃ വ്രജാംഗനാഃ അന്തഃ സമന്തതഃ വിനിഷ്പതദ്ദാരുണ ദാരുമധ്യഗം ഭവന്തം ദദൃശുഃ. തതഃ അനന്തരം തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭര, വക്ഷോജം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥാനങ്ങളെയാണ്. ഭരാഹ എന്ന് പറഞ്ഞിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന, പ്രകമ്പി എന്ന് പറഞ്ഞിരിക്കുന്ന ഇളകുന്ന, തദാകർണന അതായത് ആകർണന, ഇവിടെ ആ ബഹളം കേട്ട് സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാഹ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭ്രമത്തോടുകൂടി ഓടിയെത്തിയ പ്രകമ്പിവക്ഷോജം, കമ്പനം കൊള്ളുന്ന, അതായത് ഇളകുന്ന ഉയർന്ന മുലകളോട് കൂടിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്രജാംഗനാഹ, ആ ഗോപസ്ത്രീകൾ. അന്തഃ, ഇവിടെ അകത്ത് എന്നുള്ള അർത്ഥമാണ്, ഇവിടെ ഗൃഹത്തിനകത്ത് എന്നാണ് അർത്ഥം. സമന്തതഃ, നാലുപാടും. എല്ലാവരും ഈ കുട്ടികൾ കരയുന്ന ശബ്ദവും മരക്കഷ്ണങ്ങൾ വീഴുന്ന ശബ്ദവും വലിയ വണ്ടിയാണെന്ന് സൂചിപ്പിച്ചിരുന്നുവല്ലോ. ആ വലിയ വണ്ടിയുടെ കഷ്ണങ്ങൾ താഴെ വീഴുന്ന ശബ്ദം കുറച്ച് വലുതായിരിക്കും അല്ലേ? അപ്പോൾ ആ ശബ്ദം കേട്ട് നാലുപാട് നിന്നും എല്ലാവരും ഓടി വന്ന് വിനിഷ്പതദ്ദാരുണ, ചിത്തറി വീഴുന്ന പരുപരുത്ത മരക്കഷ്ണങ്ങൾക്കു മധ്യേ, ദാരുമധ്യകം, ദാരു മരക്കഷ്ണമാണ്, ആ ദാരുമധ്യകം മരക്കഷ്ണങ്ങൾക്ക് മധ്യേ ശയിക്കുന്ന ഭവന്തം, അങ്ങയെ, ദദൃശുഹു, ദർശിച്ചു, കണ്ടു എന്നർത്ഥം. ഇവിടെ ആ മരക്കഷ്ണങ്ങളുടെ ശബ്ദം, അതുപോലെ കുട്ടികളുടെ ഭയന്ന് നിലവിളിക്കുന്ന ശബ്ദം, ഇതെല്ലാം കേട്ട് സംഭ്രമത്തോടുകൂടി ഗോപസ്ത്രീകൾ ഓടി വന്നു. വ്രജാംഗനകൾ, വ്രജനാരിമാർ ഓടി വന്നു. അവരെ വിശേഷിപ്പിച്ചിരിക്കുന്ന ശബ്ദമാണ് ആ ഇളകുന്ന കനത്ത, അത് വലിയ മുലകളോടുകൂടിയ എന്ന്. ഗോകുലത്തിലെ സ്ത്രീകൾ ഗ്രഹത്തിനുള്ളിലായി ചുറ്റും ചിതറിക്കിടക്കുന്ന ഭയങ്കരങ്ങളായ ആ മരക്കഷ്ണങ്ങളുടെ മധ്യത്തിൽ, ഭയങ്കരം എന്ന വാക്കിനർത്ഥം ഭയത്തെ ജനിപ്പിക്കുന്നത് എന്നാണ്. ഇവിടെ അത് ശരിയാണെന്ന് തോന്നുന്നു. അതായത്
അത്ഭുതത്തോടു കൂടി അതിശയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അത് കാരണം പിഞ്ചു കുഞ്ഞാണ്. ആ പാൽ കുടിക്കാൻ വേണ്ടി വിശന്ന് കരയുമ്പോൾ കയ്യും കാലും ഇളക്കി കരയുന്ന ആ കാൽ അനക്കിയപ്പോൾ ശകടത്തിൽ മുട്ടി മരക്കഷ്ണങ്ങൾ ചിന്നിച്ചിതറി താഴെ വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മരക്കഷ്ണങ്ങളുടെ മധ്യത്തിൽ കിടക്കുന്ന അങ്ങയെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിനിഷ്പത ദാരുണ ദാരുമധ്യകം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ച ഭൂസുരാഃ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാഃ. ശ്രദ്ധിക്കൂ, കിം പ്ലസ് അഭൂത് പ്ലസ് ഇതിയാണ്. കിമഭൂതിഥി. ശിശോഹോ പ്ലസ് അഹോ ശിശോരഹോ. പശുപാഹ പ്ലസ് ചായാണ് പശുപാശ്ച. ഭവന്തം പ്ലസ് ആലോക്യ ഭവന്തമാലോക്യ. സമാശ്വസൻ പ്ലസ് അശ്രു സമാശ്വസന്നശ്രു. അവിടെ വലിയ വാക്കാണ്. സമാശ്വസന്നശ്രു ജലാർദ്രലോചനാഹ. ശിശോരഹോ ശിശോഹോ പ്ലസ് അഹോ എന്ന് പറഞ്ഞല്ലോ. അഹോ എന്ന് ഇവിടെ ആശ്ചര്യദ്യോതകമായിട്ട് അയ്യോ ഈ ഉണ്ണിക്ക് എന്ത് പറ്റി, ആശ്ചര്യം കൊണ്ട് ഓടി അണഞ്ഞ സ്ത്രീകൾ വിളിക്കുന്നതാണ് അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ അതിശയിക്കുന്ന ശബ്ദം കേൾപ്പിക്കുമല്ലോ, അതാണ് അഹോ. ശിശോഹോ കിം 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 അഭൂത് എന്ത് സംഭവിച്ചു. ശിശോഹോ ശിശുവിന് എന്ത് സംഭവിച്ചു. കിം അഭൂത് ഇതി ഇപ്രകാരം. ദ്രുതം പ്രധാവ്യ നന്ദഃ. ദ്രുതം വേഗത്തിൽ പ്രധാവ്യ ഓടിയെത്തിയ നന്ദഃ നന്ദഗോപർ. പശുപാഹ നന്ദഗോപർ മാത്രമല്ല പശുപാലകന്മാരും അതായത് ഗോപന്മാരും. ഭൂസുരാഹ ബ്രാഹ്മണരും. ച എന്നത് എന്നുള്ള അർത്ഥമാണ്. ഭൂസുരാഹ ച ബ്രാഹ്മണരും. ഭവന്തം അങ്ങയെ. യശോദയാ യശോദയാൽ. ധൃതം ധരിച്ചിരിക്കുന്നത് ഇവിടെ കയ്യിലെടുത്തിരിക്കുന്നത്. ആലോക്യ കണ്ടിട്ട്. അശ്രുജലാർദ്രലോചനാഹ കണ്ണുനീർ നിറഞ്ഞ. അശ്രു കണ്ണുനീർ. കണ്ണുനീർ നിറഞ്ഞ ജലാർദ്രം ജലം കൊണ്ട് ആർദ്രമായ. അശ്രു ജലം കൊണ്ട് ആർദ്രമായ ലോചനങ്ങളോടുകൂടി. ലോചനം കണ്ണ്. അങ്ങനെ ആർദ്രമായ കണ്ണുകളോടെ എന്ന് പറഞ്ഞാൽ നിറ കണ്ണുകളോടെ. സമാശ്വസൻ ആശ്വസിച്ചു സമാധാനിച്ചു. അതായത് കൊച്ചു കുഞ്ഞാണ്, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ച് എല്ലാവരും ഓടിയെത്തി സംഭ്രമത്തോടെ അല്ലേ. അപ്പോൾ ഓടിയെത്തിയവർ കണ്ട കാഴ്ച ആരൊക്കെയാണ് ഓടിയെത്തിയതെന്ന് നോക്കുക. പശുപാഹ നന്ദഃ ഭൂസുരാഹ ച. അവരെല്ലാവരും ഓടിയെത്തിയപ്പോൾ കണ്ടത് ഭവന്തം അങ്ങയെ യശോദയാൽ കയ്യിലെടുത്തിരിക്കുന്നതാണ്. അത് കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. ഓ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിച്ചു. സമാശ്വസൻ ആശ്വസിച്ചു. ഇവിടെ എല്ലാവരും ഓടിയെത്തിയപ്പോൾ കാണുന്ന യശോദ കയ്യിൽ കുഞ്ഞിനെ എടുത്തിരിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെ യശോദയാണ് ആദ്യം പരിഭ്രമിച്ച് ഓടിയതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. യശോദ അമ്മയാണല്ലോ, അമ്മയ്ക്കായിരിക്കുമല്ലോ കൂടുതൽ ഉത്കണ്ഠ. അപ്പോൾ അത് തന്നെയല്ല, ആ നന്ദാദികളുടെ കണ്ണുനീർ ഭഗവാനെ ആപത്തുകൂടാതെ കണ്ടതുകൊണ്ട് ഉണ്ടായതാണെന്നും അത് സന്തോഷാശ്രുക്കളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്ത് പറ്റി എന്നറിയുന്നതിന് മുമ്പ് ഉത്കണ്ഠ കൊണ്ട് ആപത്ത് സംഭവിച്ചതാണോ എന്ന് വിചാരിച്ച് കണ്ണ് നിറഞ്ഞിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒന്നും സംഭവിക്കാതെ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ എല്ലാവർക്കും ആനന്ദാശ്രു കണ്ണിൽ നിറഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം നോക്കാം. കസ്കോന്നു കൗതസ്കുതയേഷ വിസ്മയോ വിശങ്കടയ്യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാഃ. കസ്കഃ പ്ലസ് നു കസ്കോനു. വിശങ്കടം പ്ലസ് യത് പ്ലസ് ശകടം. വിശങ്കടയ്യച്ഛകടം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയാണ്. വിശങ്കടം യച്ഛകടമല്ല, വിശങ്കടയ്യച്ഛകടം എന്ന് വായിക്കണം. വിശങ്കടയ്യച്ഛകടം. യത് പ്ലസ് ശകടമാണ് യച്ഛകടം. വിസ്മയഃ എന്നതാവും വിസ്മയോഹോ എന്ന വാക്ക്. ഇനി കിഞ്ചിത് പ്ലസ് ഇഹ പ്ലസ് ഇതിയാണ് കിഞ്ചിദിഹേതി. കരാഹ പ്ലസ് ത്വദീക്ഷകാഃ കരാസ്ത്വദീക്ഷകാഃ.
ഇനി പദങ്ങളുടെ അന്വയം നോക്കൂ. ഏഷഃ വിസ്മയഃ കസ്കഃ നോ കൗതസ്കുതഃ വിസങ്കടം ശകടം വിപാടിതം യത് ഇഹ കാരണം ന കിഞ്ചിത് ഇതി സ്വനാസികാദത്തകരാഃ ത്വദീക്ഷകാഃ. അർത്ഥം നോക്കൂ. ഏഷഃ ഇത്, വിസ്മയഃ എന്തത്ഭുതം, കസ്കഃ നോ ഇപ്രകാരമെല്ലാം, കൗതസ്കുതഃ എങ്ങനെ സംഭവിച്ചു, വിസങ്കടം ഈ വലിയ, ശകടം വണ്ടി, വിപാടിതം തകർന്നു കിടക്കുന്നുവല്ലോ, യത് ഇഹ കാരണം ന ഈ ആയതിന് ഇവിടെ എന്താണ് കാരണം, അതായത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതിന് കാരണമൊന്നും അവർ കാണുന്നില്ല. അതാണ് ഇഹ കാരണം ന, ഇതിന് കാരണമൊന്നും കാണുന്നില്ല എന്നർത്ഥം. കിഞ്ചിത് അല്പം പോലും എന്നാണ് കിഞ്ചിത്. ഇതി സ്വനാസികാദത്തകരാഹ ഇതി ഇപ്രകാരം, സ്വനാസിക സ്വന്തം നാസിക അതായത് മൂക്കിൽ, കരാഹ ദത്ത നാസികയിൽ വിരൽ വച്ചിട്ട്, അതായത് നമുക്ക് ആശ്ചര്യം വരുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചിങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കില്ലേ, ആ ഒരു സിമ്പലാണത്. അപ്പോൾ ആ സൈൻ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. തേ ദീക്ഷകാഹ അങ്ങയെ, തേ അങ്ങയെ, ഈക്ഷകാഹ നോക്കിക്കൊണ്ട്, സ്ഥിതാഹ സ്ഥിതി ചെയ്യുന്നവരായി. അപ്പോൾ എല്ലാവരും അവിടുത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. എങ്ങനെ നിന്ന്? മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്വനാസികാദത്തകരാഹ ത്വദീക്ഷകാഹ, അതായത് എല്ലാവരും സ്വന്തം നാസികയ്ക്ക് മുകളിൽ അവരുടെ വിരലുകൾ വെച്ചിട്ട് എന്നാണ്. ആ തകർന്നു കിടക്കുന്ന വണ്ടിയും യശോദ കയ്യിലെടുത്തിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെയും നോക്കി മാറി മാറി ഇങ്ങനെ നോക്കി കാണുന്തോറും അവർക്ക് ആശങ്ക വർദ്ധിച്ചു. അതുപോലെ തന്നെ അത്ഭുതവും വർദ്ധിച്ചു. ആ കുട്ടിയോട് മമത വർദ്ധിച്ചു. എന്തുകൊണ്ടെന്നാൽ പൂതനയെ വധിച്ചത് അവർ കണ്ടതാണ്. അതുകൊണ്ട് അവർക്ക് കുറച്ചൊക്കെ ഒരു വിശ്വാസമുണ്ട്, കുറച്ച് പേർക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് എന്തും സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ഭുതം തോന്നിയില്ല. കുറച്ച് പേരെ മൂക്കത്ത് വിരൽ വെച്ച് അയ്യോ ഇത് കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചവർ കാണും, ആശ്ചര്യപ്പെട്ട് കാണും, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വിചാരിച്ച് കാണും, ഇല്ലേ? ഓരോരുത്തർക്കും അവരവരുടെ വിചാരങ്ങളല്ലേ. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് അവരെല്ലാവരും ആശ്വസിച്ചു കഴിഞ്ഞ ശ്ലോകത്തിൽ. ഈ ശ്ലോകത്തിൽ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അത്ഭുതപ്പെട്ടു. ഈ വലിയ വണ്ടി ആകെ തകർന്നു കിടക്കുന്നുവല്ലോ, അതിന് കാരണമൊന്നും കാണുന്നുമില്ല എന്നിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് ശങ്കിച്ചുകൊണ്ട് നിന്നു എന്നർത്ഥം. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. കണ്ണൻ മുലപ്പാലിനായി കൈകാലിട്ടടിച്ചു കരഞ്ഞപ്പോൾ ആ കാൽ തട്ടി ശകടം തകർന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കുമാരകസ്യാസ്യ പയോധരാർദ്ധിന പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാതിതീശ തേ പാലക ബാലകാ ജഗുഃ. കുമാരകസ്യ പ്ലസ് അസ്യ കുമാരകസ്യാസ്യ, വിപര്യഗാത് പ്ലസ് ഇതി പ്ലസ് ഈശ, വിപര്യഗാതിതീശ. ദൃഷ്ടം പ്ലസ് അനഹ ദൃഷ്ടമനഹ. ഇനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ഈശ, തേ പാലക ബാലകാഃ പയോധരാർദ്ധിനഃ അസ്യ കുമാരകസ്യ പ്രരോദനേ ലോലപദാംബുജാ ഹതം അനഹ വിപര്യഗാത് മയാ ദൃഷ്ടം ഇതി ജഗുഃ. ഹേ ഈശ എന്ന് മേൽപ്പത്തൂര് വിളിക്കുകയാണ്. അല്ലയോ സർവേശ്വര, സകല ലോകങ്ങൾക്കും ഈശ്വരനാണ് ഈശ. തേ പാലക ബാലകാഹ, അങ്ങയെ പാലിക്കാൻ, അതായത് കാവൽ നിൽക്കാനായി കാവൽക്കാരായി കുറച്ചുപേരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. അങ്ങയുടെ ഭവത്രാണനിയുക്ത ബാലക എന്ന് പറഞ്ഞില്ലേ, ആ രക്ഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ബാലകന്മാർ, ഗോപബാലകന്മാരായ കുട്ടികൾ, പയോധരാർദ്ധിനഃ മുലപ്പാലിനായി കരയുന്ന, അസ്യ കുമാരകസ്യ ആ കുമാരൻ്റെ, ആ ഉണ്ണിക്കണ്ണൻ്റെ, പ്രരോദനെ കരച്ചിലിൽ, ലോലപാദാംബുജ ലോലമായ താമരപ്പൂ പോലെയുള്ള പാദങ്ങളാൽ, ഹതം അനഹ വിപര്യഗാത് ആ ശകടം അതായത് വണ്ടി, വിപര്യഗാത് അനഹ തകർക്കപ്പെട്ടു, മയാ ദൃഷ്ടം എന്നാൽ കാണപ്പെട്ടു, അതായത് ഞാൻ കണ്ടു എന്നർത്ഥം. അത് പാസീവ് വോയിസിൽ പറഞ്ഞിരിക്കുന്നതാണ്, എന്നാൽ കാണപ്പെട്ടു. അതായത് ഞാനാണ് കണ്ടത് എന്ന് പറയില്ല, അത് തന്നെ. ഇതി ജഗുഹു ഇപ്രകാരം പറഞ്ഞു.
ഹേ സർവേശ്വര, അങ്ങേക്ക് കാവലിനായി നിയോഗിക്കപ്പെട്ട ആ ഗോപാലക ബാലന്മാർ മുലകിട്ടാഞ്ഞ് പിടയുന്ന പിളുപ്പാലിനായി കരയുന്ന അങ്ങയുടെ കരച്ചിലിൽ ആ പിഞ്ചു കാലിട്ടടിച്ചപ്പോൾ ഈ വണ്ടി തകർന്ന് തരിപ്പണമായി. ഞാൻ കണ്ടതാണ് എന്ന് ആ ബാലന്മാർ വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഭിയാ തദാ കിഞ്ചിതജാനതാമിദം കുമാരഗാണാമതിദുർഘടം വച ഭവത്പ്രഭാവാവിദുരൈരിതീരിതം മനാഗിവാശങ്ക്യത ദൃഷ്ടപൂതനൈഃ. കിഞ്ചിത് പ്ലസ് അജാനതാം പ്ലസ് ഇതമാണ് കിഞ്ചിത് അജാനതാമിതം. കുമാരകാണാം പ്ലസ് അതിദുർഘടം കുമാരകാണാം അതിദുർഘടം. പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കൂ. തഥാ ഭിയ കിഞ്ചിത് അജാനതാം കുമാരകാണാം ഇദം വചഃ അതിദുർഘടം ഇതി ഭവത്പ്രഭാവാവിദുരൈഃ ദൃഷ്ടപൂതനൈഃ മനാഗ് ഇവ ആശങ്ക്യത. ഇനി നമുക്കതിൻ്റെ സാരാംശം നോക്കാം. ഇവിടെ തഥാ ഭിയ കിഞ്ചിത്, തഥാ അപ്പോൾ, ഭിയ ഭയന്നിട്ട്, കിഞ്ചിത് ഒന്നും അറിയാതെ, അല്പം പോലും ഒന്നും അറിയില്ല എന്നർത്ഥം, അല്പം പോലും അറിവില്ലാത്ത, അജാനതാം അറിവില്ലാത്ത, കുമാരകാണാം കുമാരന്മാർ ബാലകന്മാർ, ഇതം വചഃ ഇപ്രകാരം പറഞ്ഞ വാക്കുകൾ, അതിദുർഘടം ഇതി, അതിദുർഘടം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒട്ടും തന്നെ യുക്തിക്ക് നിരക്കാത്തതാണ് എന്നാണ്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞിരുന്നുവല്ലോ അവർ. അപ്പം ഈ ശകടം തച്ചു പൊടിക്കുന്നത് അവർ കണ്ടു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതി ഇപ്രകാരം ഭവത് പ്രഭാവാവിദുരൈഹി ഏരിതം, ഭവത് പ്രഭാവം അങ്ങയുടെ മഹത്വം അറിയാത്തവർ, വിദുരൈഹി ഇതീരിതം ആ അങ്ങയുടെ മഹത്വം അറിയാത്തവർ ഇപ്രകാരം പറഞ്ഞു എന്നർത്ഥം. ഇനി ദൃഷ്ടപൂതനൈഹി എന്ന് പറഞ്ഞിരിക്കുന്ന ദൃഷ്ടം കാണപ്പെട്ടു, അതായത് പൂതനയെ കൊന്നത് കണ്ടവർ, മനാഗ് ഇവ ആശങ്ക്യത അല്പം പോലും സംശയിക്കാതിരുന്നില്ല. അതായത് അല്പം സംശയിക്കാതിരുന്നില്ല എന്ന് പറഞ്ഞാൽ സംശയിച്ചു. പൂതനയെ കൊന്ന കണ്ണന് ഇതും സാധിക്കുമല്ലോ, അങ്ങനെയും സംഭവിച്ചിരിക്കാം എന്ന് അവർക്ക് ആശങ്കയുണ്ടായി എന്ന് സാരം. കുട്ടികൾ നിഷ്കളങ്കരാണ്, കുട്ടികൾ ഈശ്വരന്മാർക്ക് തുല്യമാണ്, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെ പറയില്ലേ. ഇവിടെ കുട്ടികൾ പറഞ്ഞത് സത്യമാണെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചു. അതായത് അങ്ങയുടെ മഹത്വം അറിയാവുന്നവർ വിശ്വസിച്ചു, അല്ലാത്തവർ ഇത് ഒട്ടും യുക്തിക്ക് യോജിക്കുന്നതല്ല എന്ന് അവിശ്വസിച്ചു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കിനി 8ാമത്തെ ശ്ലോകം നോക്കാം. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യൗ നുകരൗ വിരോജിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാസ്ത്വദംഗമാപസ്പൃശുരംഗനാജനാഃ. കിം പ്ലസ് ഇദം കിമിദം, ത്വദ് പ്ലസ് അംഗം ത്വദംഗം, ആപസ്പൃശുഃ ത്വദംഗമാപസ്പൃശുഃ, ത്വദ് പ്ലസ് അംഗം പ്ലസ് ആപസ്പൃശുഃ ആണ് ത്വദംഗമാപസ്പൃശുഃ. ആപസ്പൃശുഃ പ്ലസ് അങ്കന ആപസ്പൃശുരംഗന. ഇനി നമുക്ക് പദങ്ങളുടെ അന്വയം നോക്കാം. പ്രവാളതാമ്രം ഇദം പദം കിം ക്ഷതം സരോജരമ്യൗ കരൗ വിരോജിതൗ നു ഇതി പ്രസർപ്പത് കരുണാതരംഗിതാഃ അങ്കനാജനാഃ ത്വദംഗം ആപസ്പൃശുഃ. ഇവിടെ പ്രവാളതാമ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ചുവന്ന തളിരു പോലെ, അതായത് മൃദുവായ, ഇദം പദം കിം ക്ഷതം ഈ പാദങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതം ഏറ്റുവോ, ഏതെങ്കിലും വിധത്തിൽ ആ കാലിന് പരിക്കേറ്റുവോ എന്നാണ്, കാല് വേദനിച്ചോ എന്നും ചോദിക്കാം. ക്ഷതമേറ്റുവോ, കാലുകൊണ്ട് ആ വലിയ വണ്ടിയിൽ തൊട്ടതല്ലേ, മർദ്ദിച്ചതല്ലേ. പിന്നെ വേറെ ഇവിടെ പ്രവാളതാമ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് വേറൊരു രീതിയിലും എടുക്കാം. കാരണം ചുവന്ന തളിര് പോലെയുള്ള എന്ന് പറഞ്ഞിരിക്കുന്നത് പൂ പോലെ മൃദുലം, ചുവന്ന കളർ വന്നത് താമരപ്പൂ പോലെ എന്ന് ആദ്യം പറഞ്ഞു, അതാകാം. അല്ലെങ്കിൽ കാല് മുറിഞ്ഞ് രക്തം കൊണ്ട് ചുവന്നു എന്ന് വേണമെങ്കിലും നമുക്ക് വിചാരിക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ
സരോജരമ്യവും, സരോജം താമരപ്പൂവ്, താമരപ്പൂ പോലെ മനോഹരമായ. കരൗ, രണ്ട് കരങ്ങൾ, ദ്വിവചനമാണ്. വിരോചിതവുന്നു, നൊന്തുവോ വേദനിച്ചുവോ എന്ന് ശങ്കിച്ചിരിക്കുകയാണ്. ഇതി പ്രസർപ്പത് കരുണാതരംഗിതാഹ. പ്രസർപ്പത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ അമർത്താൻ കഴിയാത്ത വാത്സല്യത്തോടെ കരുണയോടെ അങ്കനാജനാഹ സ്ത്രീജനങ്ങൾ ത്വദംഗം അങ്ങയുടെ അവയവം, ഇവിടെ അങ്ങയുടെ ആ പിഞ്ചു ശരീരത്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആപസ്പൃശുഹു തൊട്ടു തലോടി. ഇവിടെ ഭൂരിഭാഗം പേരും അമ്പരന്ന് നിൽക്കുമ്പോൾ ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ സ്പർശനം ആകുന്ന സൗഭാഗ്യം ലഭിക്കുന്നു. ഇതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് കാക്ഷിക്കേണ്ടത്? ഒന്നുമില്ല എന്നാണ് സാരം. അവർക്ക് ആ മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ഭഗവാന്റെ പൂമേനി തൊട്ട് തലോടാനുള്ള ആ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്ന് മേൽപ്പത്തൂർ വിവക്ഷിച്ചിരിക്കുകയാണ്. ആ തളിര് പോലെയുള്ള മൃദുവായ പാദങ്ങൾ മുറിഞ്ഞുവോ, കാല് വേദനിച്ചുവോ, ചെന്താമരപ്പൂക്കൾ പോലെ മനോഹരമായ കൈകൾ പൊട്ടിയോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വർദ്ധിച്ച അനുകമ്പയോടെ കരുണയോടെ തരളമായ ഹൃദയത്തോടെ ഗോപസ്ത്രീകൾ അങ്ങയുടെ ദേഹത്തിൽ പതുക്കെ പതുക്കെ തലോടി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കിനി 9ാമത്തെ ശ്ലോകം നോക്കാം. അയേ സുതം ദേഹി ജഗത്പതേ കൃപാതരംഗപാതാത് പരിപാതമദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു ശ്ലിഷ്യതി ജാതകണ്ഡക. പരിപാദം പ്ലസ് അദ്യ പരിപാദമദ്യ, ത്വത് പ്ലസ് അംഗകം ത്വദംഗകം. പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കൂ. അയേ ജഗത്പദേ കൃപാതരംഗപാദാത് അദ്യ പരിപാദം സുതം മേ ദേഹി ഇതി സംഗൃഹ്യ പിതാ ത്വദംഗകം ജാതകണ്ഡകഃ മുഹുർമുഹുഃ ശ്ലിഷ്യതി സ്മ. അയേ ജഗത്പദേ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലയോ ജഗദീശ്വര, കൃപാതരംഗപാദാത് അങ്ങയുടെ അപാര കൃപാതരംഗങ്ങളാൽ, അതായത് അളവില്ലാത്ത കൃപയാൽ, അദ്യ പരിപാദം ഇന്ന് രക്ഷിക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ട സുതം മേ ദേഹി പുത്രനെ, അതായത് ഉണ്ണിക്കണ്ണനെ എനിക്ക് തരൂ. ഇതി സംഗൃഹ്യ പിത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിതാവായ നന്ദഗോപർ ത്വദംഗകം അങ്ങയുടെ അംഗകം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങയുടെ അവയവം, അങ്ങയുടെ ശരീരം, അതായത് അങ്ങയുടെ ആ പൂമേനി തിരുമേനി ജാതകണ്ഡക ബലമായി പിടിച്ചെടുത്തു. മുഹുർമുഹുഹു വീണ്ടും വീണ്ടും, ശ്ലിഷ്യതി സ്മ കെട്ടിപ്പുണർന്നു, ആലിംഗനം ചെയ്തു. കുഞ്ഞിനെ വാരിയെടുത്തിട്ട് എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞു വാരിയെടുത്തിട്ട് വീണ്ടും വീണ്ടും കെട്ടിപ്പുണർന്ന് ഉമ്മ വെച്ചു എന്നർത്ഥം. ഉമ്മ വെച്ചു എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ എടുത്താൽ അങ്ങനെയാണല്ലോ ചെയ്യുക. ഇവിടെ അല്ലയോ ജഗദീശ്വര, അങ്ങയുടെ കൃപാകാരുണ്യത്താൽ, അങ്ങയുടെ അളവില്ലാത്ത കൃപയാൽ രക്ഷിക്കപ്പെട്ട ഇന്ന് രക്ഷിക്കപ്പെട്ട എൻ്റെ മകനെ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് പിതാവായ നന്ദഗോപർ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന്, അതായത് യശോദയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ട് ആ തിരുമേനി, ആ പൂമേനി വീണ്ടും വീണ്ടും കെട്ടിപ്പുണർന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോപി നോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ഹന്തും പ്ലസ് ആഗതഃ ഹന്തുമാഗതഃ, സുരാരിഹി പ്ലസ് ഏവം സുരാരിരേവം, രജഃ പ്ലസ് അപി രജോപി, ദൃഷ്ടം അമുഷ്യ ദൃഷ്ടമമുഷ്യ. ഇനി പദങ്ങൾ നോക്കാം. അനോനിലീനഃ ഹന്തും ആഗതഃ സുരാരിഹി ഏവം ഭവതാ വിഹിംസിതഃ കില അമുഷ്യ രജഃ അപി നോ ദൃഷ്ടം തത് കഥം ധ്രുവം സഹ ശുദ്ധസത്വേ ത്വയി ലീനവാൻ. ഇവിടെ അനോനിലീനഃ എന്ന് പറഞ്ഞിരിക്കുന്നത് വണ്ടിയിൽ മറഞ്ഞിരുന്നു കൊണ്ട്, ഹന്തും വധിക്കാൻ വേണ്ടി, ആഗതഃ ആഗതനായ, അതായത് അവിടെ വന്ന, സുരാരിഹി സുരൻ ദേവൻ, സുരൻ്റെ അരിശത്രു ദേവൻ്റെ ശത്രു, അതായത് അസുരൻ, സുരാരിഹി അസുരനെ, ഏവം ഭവത ഇപ്രകാരം ഭവത ഭവാനാൽ, വിഹിംസിതഃ കില വിഹിംസിതഃ കില എന്ന് പറഞ്ഞാൽ നിഗ്രഹിച്ചതാണ് അത്രേ.
അമുഷ്യ രജഹ അപി, അമുഷ്യ അവൻ്റെ പൊടി പോലും, രജഹ എന്നുള്ളത് പൊടി എന്നർത്ഥമാണ്, അപി പൊടി പോലും, നോ ദൃഷ്ടം കാണാനില്ല. ഇവിടെ രജഹ എന്ന ശബ്ദത്തിന് രജോ ഗുണം എന്നും അർത്ഥമുണ്ട്. ഈ രജോ ഗുണം ക്ഷത്രിയന്മാർക്കാണ് ഏറെയുള്ളത്, അതുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യാനൊക്കെ പോകുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രജോ ഗുണം ഏറിയതിനാൽ വധിക്കാൻ വേണ്ടി എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ ആ അമുഷ്യ രജഹാബി, അവൻ്റെ ആ രജോ ഗുണമെല്ലാം ഇപ്പം മാറ്റിക്കളഞ്ഞു, അതായത് പാപങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞു എന്നർത്ഥം. നോ ദൃഷ്ടം കാണാനില്ല, അവൻ്റെ പൊടി പോലും കാണാനില്ല. തത് കഥം ഇത് എപ്രകാരം സംഭവിച്ചു? ധ്രുവം നിശ്ചയമായും, സഹ അവൻ, ശുദ്ധസത്വേ ത്വയി ലീനവാൻ, ശുദ്ധസത്വനായ ത്വയി അങ്ങയിൽ, ലീനവാൻ ലീനനായി, അതായത് അങ്ങയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞുവല്ലോ, അതുകൊണ്ടാണ് പൊടി പോലും കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ പറയാം. അങ്ങയെ വധിക്കുവാനായി വണ്ടിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് വന്ന ആ അസുരനെ അങ്ങയാൽ കൊന്നുകളഞ്ഞു, അതായത് നിഗ്രഹിച്ചതാണ് എന്ന് മനസ്സിലായി. അവൻ്റെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല. ഇതെങ്ങനെ സംഭവിച്ചു? വധിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം കാണണ്ടേ? ഇവിടെ അതൊന്നുമില്ല. നിശ്ചയമായും അവൻ അങ്ങയിൽ ലീനനായി എന്ന് പറഞ്ഞാൽ വിലയം പ്രാപിച്ചതാവാനാണ് സാധ്യത. അതായത് അവനെ ശരീരത്തോടുകൂടി സശരീരനായി ആ അസുരന് മോക്ഷം കൊടുത്തു. ഭഗവാന്റെ ആ സ്പർശം കൊണ്ട് മോക്ഷം കിട്ടിയെന്ന് നമുക്ക് പൂതനാമോക്ഷത്തിലും അറിയാമായിരുന്നു. പൂതനാമോക്ഷത്തിലും നമ്മളിത് പഠിച്ചു. പൊട്ടിയ മരക്കഷ്ണങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. രജോ ഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ട് വധിക്കാനായി വന്ന അസുരൻ്റെ ആ ഹീനവൃത്തിയെ തൻ്റെ തൃപ്പാദ സ്പർശം കൊണ്ട് നശിപ്പിച്ചിട്ട് ശരീരത്തോടെ അങ്ങയ്ക്ക്, അതായത് ആ അസുരന് അങ്ങ് മുക്തിയെ കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. അതായത് സശരീരത്തോടുകൂടി മുക്തി പ്രാപിച്ചത് കൊണ്ടാണ് ശരീരത്തിൻ്റെ പൊടി പോലും നമുക്ക് കാണാൻ കഴിയാതിരുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം, അതായത് ഈ 42ാം ദശകത്തിൻ്റെ അവസാന ശ്ലോകം നോക്കാം. പ്രപൂജിതൈസ്തത്ര തത്തോ ദ്വിജാദിഭിർവിശേഷതോ ലംഭിതമംഗളാശിഷ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീമേ. പ്രപൂജിതൈഃ പ്ലസ് തത്ര, പ്രപൂജിതൈസ്തത്ര, ദ്വിജാദിഭിഃ പ്ലസ് വിശേഷതഃ, ദ്വിജാദിഭിർവിശേഷതഃ, നിജൈഃ പ്ലസ് ബാല്യരസൈഃ പ്ലസ് വിമോഹയൻ, നിജൈർബാല്യരസൈർവിമോഹയൻ. ഇനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കൂ. തതഃ തത്ര ഹേ മരുത്പുരാധീശ പ്രപൂജിതൈഃ വിശേഷതഃ ലംഭിതമംഗളാശിഷഃ നിജൈഃ ബാല്യരസൈഃ വ്രജം വിമോഹയൻ ത്വം മേ രുജാം ജഹീഹി. തതഃ അനന്തരം, തത്ര അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ആ ഗോകുലത്തിൽ അമ്പാടിയിലാണ്, വ്രജത്തിലാണ്. ഹേ മരുത്പുരാധീശ, അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, പ്രപൂജിതൈഹി പൂജിതരായ സജ്ജനങ്ങളായ ബ്രാഹ്മണർ, വിശേഷതഃ വിശേഷിച്ചും, ലംഭിതമംഗളാശിഷഃ അതായത് ലഭിക്കപ്പെട്ട മംഗളസ്തുതികളാൽ ആശീർവദിച്ചു. മംഗളാശിഷഃ എന്ന് പറഞ്ഞാൽ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു. നിജൈഹി ബാല്യരസൈഹി, നിജൈഹി സ്വന്തം, അതായത് തൻ്റെ ബാല്യരസൈഹി സ്വതസിദ്ധമായ ആ ബാലക്രീഡകളാൽ, വ്രജം വിമോഹയൻ വ്രജത്തെ, അതായത് അമ്പാടിയെ ഗോകുലത്തെ മോഹിപ്പിച്ചു, ആനന്ദിപ്പിച്ചു, ആനന്ദത്തിൽ ആഴ്ത്തി എന്നർത്ഥം. ത്വം അവിടുന്ന്, അങ്ങനെയുള്ള അവിടുന്ന്, മേ എൻ്റെ, രുജാം വേദനകളെ, ജഹീഹി നിവാരണം ചെയ്യണമേ, നീക്കിത്തരണമേ, ഇല്ലാതെയാക്കി തരണമേ. 1ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു യശോദ ആ ബ്രാഹ്മണരെയെല്ലാം സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നു എന്ന്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട ആ ബ്രാഹ്മണർ അവരെല്ലാം നന്നായി സൽക്കരിക്കപ്പെട്ടവരുമാണ് യശോദയല്ലേ. അവരെല്ലാം പ്രത്യേകമായ മംഗളവചനങ്ങളാൽ ആശീർവദിക്കപ്പെട്ടവനും തൻ്റെ സ്വതസിദ്ധമായ ബാലക്രീഡകളാൽ ആ അമ്പാടിയെ ആനന്ദത്തിൽ ആറാടിച്ചവനുമായ അങ്ങ്, അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ 42ാം ദശകം അവസാനിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീ പാഹിമാം കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശുഭദിനം നേരുന്നു.